അടുത്തത് സംഖ്യാ പുസ്തകമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയും പഠിച്ച പുസ്തകങ്ങളിൽ ലേവ്യരുടെ പുസ്തകമാണ് വളരെ പ്രധാനപ്പെട്ടതെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞാനിതാ മാറ്റി പറയുകയാണ്, സംഖ്യയുടെ പുസ്തകമാണ് വളരെ. കാരണം ഓരോ പുസ്തകം വായിക്കുന്നവരുമാണ് നമുക്ക് വെളിച്ചം കിട്ടുന്നത്. അപ്പോൾ വെളിച്ചം കിട്ടുമ്പോൾ നമ്മളത് പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ ഈ സംഖ്യാപുസ്തകത്തിന്റെ ഒരു ആമുഖം ഞാൻ പറയുകയാണ്. അത് ആമുഖം വ്യക്തമായാൽ പിന്നീട് പഠിക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ സംഖ്യയുടെ പുസ്തകത്തിൽ കർത്താവ് ഒരു ആമുഖം. ഞാൻ ഈ TV ഒക്കെ വന്നുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് പടം കാണിക്കാം നിങ്ങളെ. നമ്മുടെ സ്കേപ്പ് ഗോട്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരാടിനെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് ഓടിച്ചു വിടുമെന്ന് പറഞ്ഞില്ലേ. അപ്പോ സ്കേപ്പ് ഗോട്ട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വരും. അപ്പൊ വന്നോ? എപ്പോ വരും? സ്കേപ്പ് ഗോട്ട് ശരിക്കും പറഞ്ഞാല് ഈ ആടിന്റെ പുറത്താണ് പുരോഹിതൻ കൈവച്ച് അതിനെ വന്നോ ഒപ്പം വരും. അപ്പോൾ ഈ സ്കേപ്പ് ഗോട്ടിന്റെ പുറത്ത്, ഇങ്ങോട്ട് നോക്കി, എന്നെ നോക്കിയോ അതുവരെ, സ്കേപ്പ് ഗോട്ടിന്റെ പുറത്ത് കൈവച്ച് പാപങ്ങൾ എല്ലാം ഏറ്റു പറഞ്ഞിട്ട് ഇതിനെ അടിച്ചും തല്ലിയും ഓടിച്ചു വിടുമെന്ന് പറഞ്ഞില്ലേ, യേശുവിന്റെ പ്രതീകമായ ആ സ്കേപ്പ് ഗോട്ട്. അപ്പോൾ ആ സ്കേപ്പ് ഗോട്ട് ശരിക്കും പറഞ്ഞാൽ കർത്താവ് യേശുവിന്റെ സിമ്പലാണ്. വന്നില്ലേ വിഷമിക്കണ്ട, വരുമ്പം പിന്നീട് നിങ്ങൾ സ്കേപ്പ് ഗോട്ട് വന്നതിനോട് പറഞ്ഞു. ഇപ്പൊ എന്നെ നോക്കൂ. ഇപ്പൊ നമ്മൾ ലേവ്യരുടെ പുസ്തകം പഠിക്കുമ്പോൾ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ വ്യക്തതയ്ക്ക് വേണ്ടി നമ്മൾ ആമുഖമായിട്ട് മനസ്സിലാക്കാൻ പോവുകയാണ്. ആമുഖമായിട്ട് മനസ്സിലാക്കുന്നത്, ഒന്നാമതായിട്ട് ഇതിന്റെ ഒരു പകുതി ഭാഗം വരെ, അതായത് ശരിക്കും പറഞ്ഞാൽ ലേവ്യരുടെ പുസ്തകം 14-ാം അധ്യായം വരെ. എന്നെ നോക്കിക്കൊള്ളുക. ലേവ്യരുടെ പുസ്തകം 14-ാം അധ്യായം വരെ നമ്മൾ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കാൻ പോവാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പുസ്തകം പ്രധാനപ്പെട്ടതാവുന്നത് എന്തുകൊണ്ടെന്ന് അറിയാമോ? ഇങ്ങോട്ട് നോക്കിയേ. ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം എന്താന്ന് വെച്ചാല്, നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ളതും നമ്മളെ വട്ടം ചുറ്റിക്കാൻ സാധ്യതയുള്ളതുമായ അനേകം കാര്യങ്ങളെ കുറിച്ച് ഭയങ്കര വെളിപ്പെടുത്തൽ ഈ പുസ്തകത്തിലുണ്ട്. അതായത് നമ്മൾ എവിടെയാണ് കാലിടറുന്നത്, എവിടാണ് നമുക്ക് അബദ്ധം പറ്റുന്നത്, ഇത് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് സംഖ്യയുടെ പുസ്തകം. സംഖ്യയുടെ പുസ്തകം, ലേവ്യരല്ല, സംഖ്യയുടെ പുസ്തകം. അപ്പൊ ഈ സംഖ്യയുടെ പുസ്തകത്തിൽ 1 മുതൽ 14 വരെയുള്ള അധ്യായങ്ങൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷം അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് 14 വരെ എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചില്ലേലും സാരമില്ല, തന്നെ പോയി വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. ഈ പുസ്തകം നിങ്ങൾക്ക് വെള്ളം പോലെ മനസ്സിലാവാനുള്ള ഒരു സ്ട്രക്ചർ ഞാൻ പറഞ്ഞു തരികയാണ്. ഇപ്പൊ ഒന്നും എഴുതണ്ട, എന്നെ ശ്രദ്ധിച്ചിരിക്കുക. അതായത് നമ്മളിപ്പോൾ ഈ ബൈബിൾ പഠന യാത്രയിൽ എവിടാണ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇപ്പൊ നമ്മുടെ ലൊക്കേഷൻ എവിടാണ്? നമ്മളിപ്പോ എവിടാണ്? എവിടം വരെ എത്തി ഇസ്രായേൽ? സീനായി മലയുടെ അടിവാരത്തിലാണ്. അപ്പൊ സീനായി മലയുടെ അടിവാരത്തിൽ ശരിക്കും പറഞ്ഞാല് ഈ ഈജിപ്തിൽ നിന്ന് യാത്ര തുടങ്ങുന്നത് എന്നാണ്. ഈജിപ്തിൽ നിന്ന് യാത്ര തുടങ്ങുന്ന ആദ്യത്തെ മാസമാണ്. അന്നാണ് പെസഹ ഒക്കെ ആഘോഷിക്കാൻ പറയുന്നത്. ഏത് മാസമാണത്? നീസാൻ മാസം. അത് ഒരു കലണ്ടറിലെ നമ്മൾ ജനുവരി എന്ന് പറയുന്നത് പോലെ ആദ്യത്തെ മാസമാണ്. യഹൂദന്റെ കലണ്ടറിലെ ആദ്യത്തെ മാസമാണ്. അപ്പോൾ ആദ്യത്തെ മാസം യാത്ര പുറപ്പെട്ടു. അങ്ങനെ യാത്ര പുറപ്പെട്ടിട്ട് എത്ര നാളുകൊണ്ട് അവർ സീനായി മലയിലെത്തി? 3 മാസം. അപ്പൊ എന്നാൽ ബൈബിള് നന്നായിട്ട് പഠിക്കുന്ന 1-2 സഹോദരങ്ങൾ വന്നിട്ടുണ്ട്. 3 മാസം കൊണ്ട് അവർ സീനായി മലയിലെത്തി. അങ്ങനെ സീനായി മലയിൽ എത്തി എത്ര മാസം കൊണ്ടാണ് സമാഗമ കൂടാരം പണിതത്? അത് പറഞ്ഞാൽ ഇത് സമ്മാനം. എത്ര മാസം കൊണ്ടാണ് സീനായി മലയിൽ സമാഗമ കൂടാരം പണിയാൻ എത്ര സമയം എടുത്തെന്നറിയാമോ? കൃത്യം എടുത്തു സമാഗമ കൂടാരം പണി. അപ്പൊ ഇപ്പോ എത്ര നാള് കഴിഞ്ഞു? 1 കൊല്ലം കഴിഞ്ഞു. ഈജിപ്തിൽ നിന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഇത് ഈ കാലം വളരെ പ്രധാനപ്പെട്ടതാണ് സംഖ്യയുടെ പുസ്തകത്തിൽ. എങ്കിലേ പിടികിട്ടു. എളുപ്പമാണ്, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ 3-ാം മാസം അടുത്ത വർഷം, 2-ാമത്തെ വർഷം 1-ാം മാസം 1-ാം തീയതി അത് കഴിഞ്ഞു. അതായത് 2-ാമത്തെ വർഷത്തിലേക്ക് കയറി. 1 വർഷം കഴിഞ്ഞു, 2-ാമത്തെ വർഷത്തിലേക്ക് കയറി. 1 മാസം കൂടി ദൈവം അവരെ അവിടെ താമസിപ്പിച്ചു. അതെന്തിനാണെന്നറിയാമോ? ഈ സമാഗമ കൂടാരം ഉണ്ടാക്കിയിട്ട് ഇനി പ്രാക്ടീസ് വേണ്ടേ? എന്തെല്ലാം ചെയ്യണം? ബലി അർപ്പിക്കേണ്ടത് എങ്ങനെയാണ്,
പാപപരിഹാര ദിനം എല്ലാം നടത്തണം, പെസഹ ആഘോഷിക്കണം, എല്ലാ കാര്യങ്ങളും തിരുനാളെല്ലാം ആഘോഷിക്കണം. അപ്പോൾ അതിന് അവരെ സംബന്ധിച്ച് ഒരു പ്രാക്ടീസ് കൊടുക്കാൻ വേണ്ടി കർത്താവ് അവരെ 1 മാസം കൂടി സീനായി മലയിൽ നിർത്തി. സമാഗമ കൂടാരം ഉണ്ടാക്കി 1 മാസം കഴിയുമ്പോൾ അവർ യാത്ര പുറപ്പെടുകയാണ്. സംഖ്യയുടെ പുസ്തകം 1 വാക്യം വായിച്ചേ. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിന്റെ 2-ാം വർഷം എന്ന് പറഞ്ഞാൽ 1 വർഷം കഴിഞ്ഞ് 2ാമത്തെ വർഷത്തിലേക്ക് കയറി എന്നല്ല, അല്ലാതെ 2 വർഷം കഴിഞ്ഞു എന്നല്ല. 2-ാം വർഷം 2-ാം മാസം 1-ാം ദിവസം. മനസ്സിലായോ? സംഖ്യ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്, ഇപ്പോൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടിട്ട് എത്ര വർഷമായി? 1 വർഷം കഴിഞ്ഞു, 1 മാസവും കഴിഞ്ഞു. കിട്ടിയല്ലോ? 1 വർഷവും കഴിഞ്ഞു, 1 മാസവും കഴിഞ്ഞു. നമ്മൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടിട്ട് 1 വർഷവും കഴിഞ്ഞു, 1 മാസവും കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മൾ എവിടെയാണ്? സീനായി മലയുടെ താഴ്വാരത്തിലാണ്. അപ്പോൾ സംഖ്യയുടെ പുസ്തകം 1 മുതൽ 10 വരെ നമ്മൾ സീനായി മലയിൽ തന്നെ താമസിക്കും. നിങ്ങൾക്ക് വിരോധമുണ്ടോ? ആർക്കെങ്കിലും പിണക്കമുണ്ടോ? പിണക്കമുണ്ടെങ്കിലും നമുക്ക് അവിടെ തന്നെ നിന്നേ പറ്റൂ. ഈ സീനായി മല മടുത്തു എന്ന് തോന്നുന്നുണ്ടോ? മടുത്താൻ വന്നോ? നമ്മുടെ ആട് വന്നോ? ഇതാണ് സ്കേപ്പ് ഗോട്ട്. എനിക്ക് കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. സ്കേപ്പ് ഗോട്ട്. ഇതാണ് ഈ പുരോഹിതൻ അത് കറക്റ്റ് മുൾക്കരിയിടം വെച്ച പോലെ കണ്ടോ? അങ്ങനെയുള്ള ഒരാടാണത്. അതാണ് യേശുവിന്റെ പ്രതീകമായ ആടാണിത്. പാവല്ലേ, നോക്കിയേ. ഇതിനെയാണ് അടിച്ച് ഇടിച്ച് ഓടിച്ച് വിട്ടുകൊണ്ടിരുന്നത് മരുഭൂമിയിലേക്ക്, പാളയത്തിന് വെളിയിലേക്ക്. ഇനി അപ്പോ ആ സ്ലൈഡ് ശരിയായെങ്കിൽ ഇട്ടേ. ഇതിട് ഏതാണെന്നറിയാമോ? നമ്മുടെ ഈ സംഖ്യ 1 മുതൽ 10 വരെ, സംഖ്യ 10 മുതൽ 12 വരെയുള്ള അത് നിട്ടേക്ക്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ അതൊക്കെ അതിന്റെ സമയത്ത് വന്നോളൂ. വന്നോ? അത് അങ്ങോട്ട് നോക്കിയോ, TV സ്ക്രീനിലേക്ക് നോക്കിക്കൊള്ളുക. 1 മുതൽ 10 വരെ നമ്മൾ എവിടാണ്? സീനായി മലയിൽ തന്നെയാണ്. 1 മുതൽ 10 വരെ സംഖ്യയുടെ പുസ്തകം 1 മുതൽ 10 വരെ എവിടാണ്? സീനായി മലയിൽ തന്നെയാണ്. സംഖ്യ 10 മുതൽ 12 വരെ എന്താണ് എഴുതിയിരിക്കുന്നത്? വായിക്കേ. സീനായി മുതൽ കാദേശ് ബർണയ വരെ 11 ദിവസത്തെ യാത്ര. ഇനി എന്നെ നോക്കിയേ. എന്നെ അവിടെ കാണാമെങ്കിൽ അവിടെ നോക്കിയാൽ, അല്ലെ എന്നെ നോക്കിക്കോളൂ, ഇങ്ങോട്ട് നോക്കിക്കോളൂ. അതായത് 11 സംഖ്യയുടെ പുസ്തകം 10-ാം അധ്യായം മുതൽ 12-ാം അധ്യായം വരെ 3 അധ്യായം വിവരിക്കുന്നത്, ഇങ്ങോട്ട് നോക്കുക, 3 അധ്യായം വിവരിക്കുന്നത് സീനായി മലയിൽ നിന്ന് ഈ ജനം യാത്ര പുറപ്പെടുകയാണ്. ഭയങ്കര രസമാണ് ഇവർ പോകുന്ന ആ യാത്രയുടെ ഒരു ഒരു സ്ട്രക്ചറൊക്കെ നമ്മൾ കാണും. ഇനി എങ്ങനെ ഇവർ പുറപ്പെട്ടത്, അത് മനോഹരമാണത്. അപ്പൊ ഇവര് കൂട്ടമായിട്ട് യാത്ര പുറപ്പെട്ട് എത്ര ദിവസം യാത്ര ചെയ്തു? 11 ദിവസം യാത്ര ചെയ്ത് അവരെത്തിയ സ്ഥലം അത് ഓർത്തിരിക്കണം. ഇനി നമുക്ക് ആ സ്ഥലം വേണ്ടി വരും. ആ സ്ഥലം ഏതാണ്? കാദേശ് ബർണയ. ഇനി നിങ്ങൾക്ക് കാദേശ് ബർണയ എന്നൊക്കെ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാദേശ്, ഓക്കെ, മനസ്സിലായല്ലോ. റജിമോൻ എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റജി എന്ന് പറയുന്ന പോലെ, ഷിജുമോൻ എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഷിജു എന്ന് പറയുന്നത് പോലെ കാദേശ് ബർണയ നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി? കാദേശ്. അപ്പോൾ മറക്കരുത്, നമുക്കിത് വളരെ അത്യാവശ്യമുണ്ട്. സംഖ്യ 10 മുതൽ 12 വരെ നമ്മുടെ യാത്ര എവിടേക്കാണ്? കാദേശ് ബർണയ വരെ. എത്ര ദിവസത്തെ യാത്ര? 11 ദിവസത്തെ യാത്ര. ഇനി എന്നെ ശ്രദ്ധിച്ചേ. ഈ കാദേശ് ബർണയയുടെ പ്രത്യേകത എന്തെന്നറിയാമോ? ഇതാണ് കാനാൻ ദേശം. ഒന്ന് ചാടിയാൽ അപ്പുറത്തെത്താം, അത്ര എത്തി. എത്ര ദിവസം കൊണ്ട്? 11 ദിവസം കൊണ്ട്. ശ്രദ്ധിച്ചോണം, വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് കാനാൻ ദേശം ദേ ഇതാണ്, അല്ലെ ആ ഫാനാണെന്ന് വെച്ചോ, ഇവിടെ വരെ എത്തി. ഈ സ്ഥലത്തിന്റെ പേരാണ് കാദേശ് ബർണയ. ഇനിയിപ്പോ നാഞ്ഞ് പിടിച്ചാൽ 1 ദിവസം കൊണ്ട് അപ്പുറത്തെത്താം, അല്ലെ പരമാവധി ഇനി അങ്ങ് എഴഞ്ഞു പോയാൽ 3 ദിവസം കൊണ്ടെത്താം. ഓക്കെ, ഇവിടെ എത്തി. അവിടെ എത്തിയ സമയത്ത് 13ഉം 14ഉം അധ്യായം ഒരു മാരക പാപം ഇവർ ചെയ്തു. കാണുന്നുണ്ടോ? അത് നിർണായകമായ ആ മാരക പാപം. 13ഉം 14ഉം അധ്യായം. ഇത്രയല്ലേ ഉള്ളൂ സ്ലൈഡില്? ഇത്രയല്ലേ ഉള്ളൂ? അത്ര മതി. ഇങ്ങോട്ട് നോക്കിക്കേ. ഇത്ര നിങ്ങൾക്ക് വ്യക്തമായോ? സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം വരെ ഞാൻ പറഞ്ഞു. സംഖ്യയുടെ പുസ്തകത്തിൽ എത്ര അധ്യായം ഉണ്ടെന്നറിയാം? 36 അധ്യായമുണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട പോർഷൻ നമ്മൾ ഇത് മനസ്സിലാക്കിയേ തീരും. ഇനി നമുക്ക് ഇത് കിട്ടിയാൽ വളരെ വേഗത്തിൽ ഓടിപ്പോവാം.
കാരണം നിങ്ങൾക്ക് ഓരോ താളും ഫെമിലിയർ ആവും. ഇനി എന്നെ ശ്രദ്ധിച്ചിരിക്കുക, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നമ്മളിപ്പോൾ എവിടെയാണ്? സംഖ്യയുടെ പുസ്തകം ആരംഭിക്കുമ്പോൾ നാം എവിടെയാണ്? സീനായി മലയുടെ താഴ്വാരത്തിൽ. സംഖ്യയുടെ പുസ്തകം ആരംഭിച്ച് 1 മുതൽ 10 വരെ നാം എവിടെയാണ്? സീനായി മലയുടെ താഴ്വാരത്തിൽ. 10 മുതൽ 12 വരെ അധ്യായങ്ങൾ എത്ര ദിവസത്തെ യാത്ര? 11 ദിവസത്തെ യാത്ര. നമ്മൾ എവിടം വരെ എത്തി? കാദേശ് ബർണയ വരെ എത്തി. അത് പറഞ്ഞാൽ കാനാൻ ദേശത്തിന്റെ അതിർത്തിയിലെത്തി. അങ്ങനെ എത്തിക്കഴിയുമ്പോൾ അവർക്ക് ഒരു വലിയ തെറ്റ് സംഭവിക്കുന്നു. അത് ആ യാത്ര 38 വർഷത്തേക്ക് ദീർഘിപ്പിക്കുന്നു. ഇതൊരു ട്രാജഡി ബുക്കാണ്, ഇതൊരു നെഗറ്റീവ് ബുക്കാണ്, ഇതൊരു സാഡ് ബുക്കാണ്. കാരണം ഒരു ജനത, ദൈവമേ, ഇനി നമ്മൾ അവരെ കാണുന്നത് ലക്ഷ്യമില്ലാതെ, ലക്ഷ്യബോധമില്ലാതെ, ദിശയില്ലാതെ, ദിശാബോധമില്ലാതെ അലഞ്ഞു തിരിയുന്ന ഒരു ജനത. ഇതെന്റെ കഥയാണ്, ഇത് നിങ്ങളുടെ കഥയാണ്, ഇത് നമ്മുടെ ജീവചരിത്രമാണ്. ഇത് നമുക്ക് പഠിക്കണ്ടേ? വേണ്ടേ? ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് വാഗ്ദത്ത നാടിന്റെ വാതിക്കലെത്തിയിട്ട് ലക്ഷ്യബോധമില്ലാതെ 38 കൊല്ലം അലഞ്ഞു തിരിയേണ്ടി വന്ന ഒരു ജനത. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ കാലതാമസങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവിക പദ്ധതി പൂർത്തിയാവാത്തതിന്റെ കാരണങ്ങൾ, ഇതെല്ലാം നമുക്ക് ഈ പുസ്തകത്തിലൂടെ മനസ്സിലാവാൻ ദൈവം നമ്മളെ സഹായിക്കും. സീനായി മലയിൽ നിന്ന് പുറപ്പെട്ട വാഗ്ദത്ത ഭൂമിയുടെ അതിർത്തിയിലെത്തിയ ജനത മോവാബ് താഴ്വര വരെ എത്തുന്ന ചരിത്രമാണ് സംഖ്യയുടെ പുസ്തകം. ഇനി കാദേശ് ബർണവായി നിന്ന് അവർ പുറപ്പെട്ട് കുറെ അലഞ്ഞു തിരിഞ്ഞ് അവസാനം മോവാബ് താഴ്വര വരെ എത്തുന്ന ചരിത്രമാണ് സംഖ്യയുടെ പുസ്തകം. പിടികിട്ടിയോ? സീനായി മുതൽ എവിടം വരെ? മോവാബ് താഴ്വര വരെ. മോവാബ് കാനാൻ ദേശത്തിന്റെ മറ്റൊരു അതിർത്തിയാണ്. അപ്പോൾ സീനായി മല മുതൽ എവിടെ വരെ? ഈ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സംഖ്യ 22, 23, 24, 25 മനസ്സിലാവണമെങ്കിൽ ഈ മോവാബ് എവിടാ നമ്മളൊന്ന് ലൊക്കേഷൻ പിടികിട്ടണം. ഏതാണ്? മോവാബ് താഴ്വര വരെ. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, സീനായി മല മുതൽ എവിടെ വരെ? മോവാബ് താഴ്വര വരെയുള്ള 38 കൊല്ലത്തെ യാത്രയുടെ ചരിത്രമാണ് സംഖ്യയുടെ പുസ്തകം. ഇനി എന്തുകൊണ്ട് സംഖ്യ എന്ന പേര്? നമ്പേഴ്സ്, അരിത്തമോയി എന്നാണ് അതിന്റെ ഈ ഗ്രീക്കിലെ വാക്ക്. അതിൽ നിന്നാണ് അരിത്തമെറ്റിക്. കേട്ടിട്ടുണ്ടോ? അത് അരിന്ന് കേട്ടിട്ടുണ്ട്. അപ്പോ അരിത്തമെറ്റിക്, നമ്പേഴ്സ് എന്ന വാക്ക് എന്തുകൊണ്ട്? സംഖ്യ. അതിന്റെ കാരണം ഇതാണ്. സംഖ്യയുടെ പുസ്തകം 1-ാം അധ്യായത്തിലും 26-ാം അധ്യായത്തിലും ഓരോ സെൻസസ് എടുക്കുന്നുണ്ട്. ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നുണ്ട്. ജനത്തിന്റെ കണക്കെടുത്തത് കൊണ്ടാണ് ഈ പുസ്തകത്തിന് എന്ത് പേര് വന്നത്? സംഖ്യ എന്ന പേര് വന്നത്. വ്യക്തമാണല്ലോ? അപ്പോൾ 2 ജനസംഖ്യാ കണക്കെടുപ്പ് ഇതിനകത്തുണ്ട്. ഒന്ന് സംഖ്യയുടെ പുസ്തകം 1-ാം അധ്യായത്തിലും, 2 സംഖ്യയുടെ പുസ്തകം 26-ാമത്തെ അധ്യായത്തിലുമാണ് ഈ കണക്കെടുപ്പ് നടക്കുന്നത്. ശ്രദ്ധിക്കുക, എന്നെ നോക്കിയേ. അപ്പൊ 2 സെൻസസ് ഈ പുസ്തകത്തിലുണ്ട്. ഒന്ന് ഏത് അധ്യായത്തിലാണ്? 1-ാം അധ്യായത്തിൽ. രണ്ടാമത്തേതോ? 20. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. 1-ാം അധ്യായത്തിൽ കണക്കെടുപ്പ് നടക്കുമ്പോ, ആ സ്ലൈഡ് ഇട്ടര് കേട്ടോ. അപ്പൊ അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചേ, ആദ്യത്തെ സെൻസസിൽ നമ്പർ എത്രയാണ്? എത്ര പേരുണ്ട്? 6,03,550 പേരുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ കണക്കുമായിട്ട് ഇത് പൊരുത്തപ്പെടുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എത്ര പേരുണ്ടെന്നാ പറഞ്ഞു? 20 ലക്ഷം ആളുകളുണ്ടെന്നാ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ കണക്കെടുത്തപ്പോ എത്ര പേരാ വന്നിരിക്കുന്നത്? 6,03,550. അതെന്തുകൊണ്ടാണ്? ശ്രദ്ധിക്കുക, അതെന്തുകൊണ്ടാണ്? ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ 1-ാം അധ്യായത്തിലെ കാര്യങ്ങളാണ്. നിങ്ങൾ വായിക്കരുത്, വായിച്ചാൽ നിങ്ങൾ തല കറങ്ങി വീഴും. ഞാൻ പറയുന്നത് കേട്ടിട്ട് സമാധാനത്തിൽ വീട്ടിൽ ചെന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ നിങ്ങൾ 1-ാമത്തെ അധ്യായം വായിച്ച് ഞാനിത് പഠിക്കുന്നില്ല, സംഖ്യ തീർന്നിട്ട് ഇനി ധ്യാനകേന്ദ്രത്തിൽ കാണാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങളൊന്നും വായിക്കണ്ട, ഞാൻ പറയുന്നത് മാത്രം വായിച്ചാൽ മതി. ഉദാഹരണത്തിന് നിങ്ങൾക്ക് വായിക്കാൻ ഭയങ്കര അങ്ങ് തീഷ്ണത വരികയാണെങ്കിൽ വായിച്ചോ, 5-ാമത്തെ വാക്യം വായിച്ചോ. സംഖ്യ 1:5. നിങ്ങളെ സഹായിക്കാൻ വരേണ്ടവർ ഇവരാണ്. നിങ്ങൾ വായിച്ചോളുക. നിങ്ങൾ വായിച്ചോളുക. റൂബനിൽ നിന്ന് മതിയായല്ലോ അല്ലേ? ഇനി എന്നെ നോക്കിക്കോളൂ.
ഇതാണിത് മുഴുവൻ. അതുകൊണ്ട് എന്നെ നോക്കിക്കൊള്ളുക, ഞാൻ പറഞ്ഞു തരാം. അതുകൊണ്ട് 1-ാം അധ്യായത്തിൽ പറയുന്ന ഈ സംഖ്യാ കണക്കെടുപ്പാണ്. ജനസംഖ്യാ കണക്കെടുപ്പ് ദൈവം നടത്തുകയാണ്. അപ്പോൾ ഈ ജനസംഖ്യാ കണക്കെടുപ്പിൽ ഇപ്പോൾ നമ്മൾ പറയുന്നു, സംഖ്യയുടെ പുസ്തകം 1-ാം അധ്യായത്തിലെ ജനസംഖ്യാ കണക്കെടുപ്പിൽ എത്ര പേരുണ്ട്? ഇപ്പോൾ 6,03,550 പേരാണ്. സംഖ്യ 1-ാം അധ്യായം 3-ാം വാക്യം വായിച്ചേ. സംഖ്യയുടെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം. 20-ഉം അതിന് മേലും വയസ്സും യുദ്ധം ചെയ്യാൻ കഴിവുമുള്ള ഇസ്രായേലിലെ സകലരെയും. അപ്പൊ ഈ കണക്കെടുത്തിരിക്കുന്ന ആരുടെ കണക്കാണ്? ചേച്ചിമാരുടെ കണക്ക് എടുത്തിട്ടില്ല, കുഞ്ഞുങ്ങളുടെ കണക്ക് എടുത്തിട്ടില്ല, രോഗികളുടെ കണക്ക് എടുത്തിട്ടില്ല, അപ്പച്ചന്മാരുടെ കണക്ക് എടുത്തിട്ടില്ല. ആരുടെ കണക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ? യുദ്ധം ചെയ്യാൻ കഴിവുള്ള, എത്ര വയസ്സിന് മേളിൽ പ്രായമുള്ള? 20 വയസ്സിന് മേളിൽ പ്രായമുള്ള ആളുകളുടെ കണക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ എടുത്തപ്പോ യുദ്ധശേഷിയുള്ള, യുദ്ധസന്നദ്ധരായ എത്ര പേര് ഈ പാളയത്തിലുണ്ട്? 6,03,550 പേരുണ്ട്. ഇനി സംഖ്യയുടെ പുസ്തകം 26-ൽ 2-ാമത്തെ കണക്കെടുപ്പ് നടത്തുമ്പോ നമ്പർ വായിച്ചേ. 6,01,730 പേരെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 1,820 ചേട്ടന്മാരുടെ കുറവുണ്ട്. ഇനി എന്നെ ശ്രദ്ധിക്കണം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് 2-ാമത്തെ കണക്കെടുപ്പ് നടക്കുമ്പോൾ 6,00,000 എത്രയാണ്? 2-ാമത്തെ കണക്കെടുപ്പ് 6,01,730 പേരേ ഉള്ളൂ. ആദ്യത്തെ കണക്കെടുപ്പിലോ 6,03,550 പേരുണ്ട്. എത്ര പേര് മിസ്സിംഗ് ആണ്? 1,820 പേരെ കാണാനില്ല. അവരെവിടെ? പത്രത്തിൽ കൊടുത്താലോ? 1,820 പേരെവിടെ? എവിടെ പോയി? ഇനി ഇതിനകത്ത് വലിയ ഒരു അത്ഭുതം എന്തെന്നറിയാമോ? ഈ 2-ാമത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുമ്പോ ആദ്യത്തെ ലിസ്റ്റിലുണ്ടായിരുന്ന 6,03,550 പേരിൽ 3 പേര് മാത്രമേ 2-ാമത്തെ ലിസ്റ്റിലുള്ളൂ. ബാക്കിയെല്ലാം മരിച്ചുപോയി. മനസ്സിലായോ? അതായത് 2-ാമത്തെ കണക്കെടുപ്പ് നടക്കുന്ന എത്ര കൊല്ലം കഴിഞ്ഞാണ്? 38 കൊല്ലം കഴിഞ്ഞാണ്. കാനാൻ ദേശത്തേക്ക് കയറാൻ തുടങ്ങുന്നതിന് മുമ്പാണ് 2-ാമത്തെ സെൻസസ്. 2-ാമത്തെ സെൻസസ് എടുക്കുന്ന സമയത്ത് അതിനകത്ത് ആദ്യത്തെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നവരിൽ 3 പേരൊഴിച്ച് ബാക്കിയെല്ലാം മരിച്ചു. ആരൊക്കെയാണ് 3 പേർ? മോശ 2, ജോഷുവ 3, കാലേബ്. ഈ പുസ്തകം പറഞ്ഞു തരും എന്തുകൊണ്ട് അവർ മരുഭൂമിയിൽ കടന്ന് മരിച്ചുപോയി. 2-ാമത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുമ്പോൾ ആദ്യത്തെ കൂട്ടത്തിലുണ്ടായിരുന്നവരിൽ മോശ ഈസ് ആൻ എക്സെപ്ഷൻ. മോശ നേതാവായതുകൊണ്ട് മോശയെ മാറ്റി നിർത്തിയേക്കാം. പക്ഷേ സാധാരണ നിലവാരത്തിലുള്ള 2 ഉള്ളൂ. 1 ജോഷുവ, 2 കാലബ്. ബാക്കി സകലരും മരിച്ചുപോയി. പുതിയൊരു തലമുറയാണ് 2-ാമത്തെ സെൻസസിൽ. പുതിയ ജനറേഷൻ, കാനാൻ ദേശത്തേക്ക് കയറാൻ പോകുന്ന പുതിയ തലമുറ. ആദ്യത്തെ തലമുറ മുഴുവൻ ഈ 38 കൊല്ലം കൊണ്ട് മരുഭൂമിയുടെ ഏതോ ഇടങ്ങളിൽ മരിച്ചു വീണു. ചത്തി പറഞ്ഞേ ഹാലേലുയാ. അതിനം തുറന്ന് ഹാലേലുയാ. ചത്തിൽ ഹാലേലുയാ, ഹാലേലുയാ, ഹാലേലുയാ. ഇനി മറ്റൊരു പ്രത്യേകത നമ്മൾ കാണുന്നത്, ഏതാണ്ട് 11 അല്ലെങ്കിൽ പരമാവധി 14 ദിവസം കൊണ്ട് യാത്ര ചെയ്യേണ്ട ഒരു ദൂരം അവർ താണ്ടാൻ എടുത്തത് 13,780 ദിവസങ്ങളാണ്. മനസ്സിലായോ? 14 ദിവസം കൊണ്ടല്ലേ, 13 ദിവസം കൊണ്ട് യാത്ര ചെയ്തെത്തേണ്ട ഒരു സ്ഥലത്ത് അവരെത്താൻ എടുത്തത് 13,000-ലധികം ദിവസങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെൻ്റെയും നിങ്ങളുടെയും ജീവചരിത്രമാണ്. നമ്മൾ എത്തേണ്ടടുത്ത് വളരെ വേഗത്തിൽ എത്തേണ്ടവരായിരുന്നു. നമ്മൾ താമസിച്ചു പോയി. We are late and we are dangerously late. അപകടകരമായ ഒരു കാലതാമസം നമുക്ക് വന്നുപോയി. എന്തുകൊണ്ട്? നമുക്ക് എന്ത് പറ്റി? നമുക്ക് എന്താണ് പറ്റിയത്? അത് പഠിക്കാൻ ഈ പുസ്തകം നിങ്ങൾ വായിക്കണം. ഇപ്പൊ ഒരു സസ്പെൻസ് ഒക്കെ വരുന്നുണ്ടോ? അങ്ങനെയാണ് ഒരു പുസ്തകത്തിലേക്കുള്ള എൻട്രി. അങ്ങനെയാണ്. അപ്പോൾ ഈ പുസ്തകം നമ്മൾ വായിക്കണം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നാലോ?
അപ്പോൾ ഈ പുസ്തകത്തിലെ 1-ാം അധ്യായത്തെ നമ്മൾ വായിച്ച് മനസ്സിലാക്കാൻ പോവുകയാണ്. അത് കർത്താവ് നമ്മളെ സഹായിക്കാൻ വേണ്ടി നമുക്കിപ്പോൾ വായിക്കാം. ആ 1 കൊരിന്തോസ് 10 1 മുതൽ 11 വരെ വാക്യങ്ങൾ ആ സ്ലൈഡ് വന്നിട്ട് 1 കൊരിന്തോസ് 10 5 മുതൽ 11 വരെ വാക്യങ്ങൾ. നിങ്ങളുടെ ടെലിവിഷൻ സ്ക്രീനിൽ ഒരു വാക്യം തെളിഞ്ഞെങ്കിൽ അത് ഉറക്കെ വായിച്ചേ. ഒരിക്കൽ കൂടി ഉച്ചത്തിൽ വായിക്കാം. 5 മുതൽ. എന്നാൽ അവിടെ അതിനകത്ത് എഴുതിയ മുതൽ വായിച്ചേ. അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധകർ ആകരുത്. തിന്നാനും കുടിക്കാനുമായി ജനം ഇരിക്കുകയും നൃത്തം ചെയ്യാനായി എഴുന്നേൽക്കുകയും ചെയ്തു എന്ന് അവരെ പറ്റി എഴുതപ്പെട്ടിരിക്കുന്നു. അവരിൽ ചിലർ വ്യഭിചാരം ചെയ്തതുപോലെ നമ്മൾ ഒരിക്കലും വ്യഭിചാരം ചെയ്യരുത്. അവരിൽ 23,000 പേർ ഒറ്റ ദിവസം കൊണ്ട് നാശമടഞ്ഞു. അവരിൽ ചിലർ ചെയ്തതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരെല്ലാവരും പാമ്പുകടിയേറ്റ് മരിച്ചു. അവരിൽ ചിലർ പിറുപിറുത്തതുപോലെ നാം പിറുപിറുക്കുകയും അരുത്. സഹായകൻ അവരെ നശിപ്പിച്ചു കളഞ്ഞു. ഇതെല്ലാം അവർക്കൊരു താക്കീതായിട്ടാണ് സംഭവിച്ചത്. നമുക്കൊരു പാഠമാകേണ്ടതിന് അവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. ഇത് സംഖ്യയുടെ പുസ്തകത്തെക്കുറിച്ച് പൗലോസ് ശ്ലീഹായുടെ വ്യാഖ്യാനമാണ്. സംഖ്യയുടെ പുസ്തകത്തിൽ ആ 38 കൊല്ലം സംഭവിച്ച കാര്യങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് പൗലോസ് പറയാണ്, ഇതെന്തിനാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? നമുക്കൊരു പാഠമാവാൻ. എന്തിനാണ് ഈ പുസ്തകം നമ്മൾ പഠിക്കുന്നത്? നമുക്കൊരു പാഠം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ലെസൺ ഇതിനകത്തുനിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഒരിക്കൽ കൂടി വായിച്ചേ. തിന്നാനും കുടിക്കാനുമായി ജനമിരിക്കുകയും നൃത്തം ചെയ്യാനായി എഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് അവരെ പറ്റി എഴുതിയിരിക്കുന്നു. അവരിൽ ചിലർ വ്യഭിചാരം ചെയ്തതുപോലെ നമ്മൾ ഒരിക്കലും വ്യഭിചാരം ചെയ്യരുത്. അവരിൽ 23,000 പേർ ഒറ്റ ദിവസം കൊണ്ട് നാശമടഞ്ഞു. പോയി എന്നാ കേട്ടോ. അവരിൽ ചിലർ ചെയ്തതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരെല്ലാവരും പാമ്പുകടിയേറ്റ് മരിച്ചു. അവരിൽ ചില പിറുപിറുത്തതുപോലെ നാം പിറുപിറുക്കുകയും അരുത്. സഹായകൻ അവരെ നശിപ്പിച്ചു കളഞ്ഞു. ഇതെല്ലാം അവർക്കൊരു താക്കീതായിട്ടാണ് സംഭവിച്ചത്. നമുക്കൊരു പാഠമാകേണ്ടതിന് അവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. കണ്ണടച്ചേ. നമുക്കൊരു പാഠമാവാൻ ഇവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. കർത്താവെ, സംഖ്യയുടെ പുസ്തകം പഠിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി തരണമേ. ഞങ്ങളുടെ ജീവിതത്തിന് നേരെ തുറന്നു പിടിച്ച ഒരു കണ്ണാടിയായിട്ട് ഈ പുസ്തകം മാറണമേ. അതിനെ തുറന്ന് 2 കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ വലിയ ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. വലിയ ശക്തിയോടെ സ്തുതിക്കട്ടെ. അതിനെ തുറന്ന് സ്തുതിക്കട്ടെ. യേശുവേ, നന്ദി, 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 നന്ദി. ശക്തിയോടെ സ്തുതിച്ച് അതിനെ തുറന്ന് സ്തുതിച്ച് യേശുവേ, നന്ദി, 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 നന്ദി. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയേ. ആരാധന, 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 ആരാധന. കരങ്ങളടിച്ച് നന്നായിട്ട് കരങ്ങളടിച്ച് കണ്ണടച്ച് പാടി പ്രാർത്ഥിച്ച് യേശുവിൻ രക്തത്താൽ അഭിഷേകം, പരിശുദ്ധ രക്തത്താൽ അഭിഷേകം. യേശുവിൻ രക്തത്താൽ അഭിഷേകം, പരിശുദ്ധ രക്തത്താൽ അഭിഷേകം. സൗഖ്യത്തിൻ രക്തത്താൽ അഭിഷേകം, ജീവന്റെ രക്തത്താൽ അഭിഷേകം. സൗഖ്യത്തിൻ രക്തത്താൽ അഭിഷേകം, ജീവന്റെ രക്തത്താൽ അഭിഷേകം. ഉയർത്തി കഴുകണമേ എന്നെ, കഴുകണമേ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. കഴുകണമേ എന്നെ, കഴുകണമേ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. യേശുവിൻ രക്തത്താൽ അഭിഷേകം,
പരിശുദ്ധ രക്തത്താൽ അഭിഷേകം, യേശുവിൻ രക്തത്താൽ അഭിഷേകം, പരിശുദ്ധ രക്തത്താൽ അഭിഷേകം, സൗഖ്യത്തിൻ രക്തത്താൽ അഭിഷേകം, ജീവന്റെ രക്തത്താൽ അഭിഷേകം, സൗഖ്യത്തിൻ രക്തത്താൽ അഭിഷേകം, ജീവന്റെ രക്തത്താൽ അഭിഷേകം. കഴുകണമേ എന്നെ കഴുകണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ, കഴുകണമേ എന്നെ കഴുകണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയേ, ഈശോയേ, ഹൃദയങ്ങളെല്ലാം തുറന്നു തരണമേ ഈശോയെ, മനസ്സിന്റെ കെട്ടഴിക്കണമേ ഈശോയെ, വചനം സ്വീകരിക്കാനായി നിങ്ങളുടെ മുഴുവൻ കഴിവുകളെ തുറന്നു തരണമേ കർത്താവേ. വചനം പ്രവേശിക്കാൻ തടസ്സം നിൽക്കുന്ന എല്ലാ മേഖലകളെ എടുത്തു മാറ്റണമേ ഈശോയെ, എല്ലാ ഹൃദയങ്ങളെ അവിടുന്ന് സ്പർശിക്കണേ ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഹൃദയം തുറന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുന്നേ. പ്രിയപ്പെട്ടവരെ, 1-ാം അധ്യായം സെൻസസ് ആണ്. അപ്പൊ പിടികിട്ടിയല്ലോ. അപ്പൊ ഇനി കൂടുതലൊന്നും വായിക്കണ്ട, അല്ലെങ്കിൽ വായിക്കാൻ താല്പര്യമുള്ളവർ വീട്ടിൽ ചെന്ന് വായിക്കുക. ഒക്കെ ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല, ഇതെല്ലാം പേരുകളാണ്. ആ പേരുകൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു പാറ്റേൺ ഞാൻ പറഞ്ഞു തന്നു. ഇത് ജനസംഖ്യാ കണക്കെടുപ്പാണ്. അതിനകത്ത് നമുക്ക് കിട്ടേണ്ട എണ്ണം അത് പ്രധാനപ്പെട്ട എന്താണത്? 6 ലക്ഷത്തി എത്രയാണ്? അത്രയാണ് നമുക്ക് കിട്ടേണ്ട ഒരു എണ്ണം. ഇനിയും 26-ാം അധ്യായത്തിലെ സെൻസസ് ഉണ്ട്. ആ സെൻസസിൽ എണ്ണം 6,1730. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടി. എത്ര പേര് കുറവുണ്ട്? 1820 പേര് കുറവുണ്ട്. അപ്പോൾ ആ കാര്യം ഞാൻ പറഞ്ഞു. ഇനി ഈ 2ാമത്തെ സെൻസസ് എടുക്കുമ്പോൾ അതിൽ ആദ്യത്തെ സെൻസസിൽ ഉണ്ടായിരുന്ന മോശയുടെ അഹറോൻ മരിച്ചു, മോശ ഉണ്ട്, മോശ കൂട്ടണ്ട. ഈ എണ്ണം എടുത്ത കൂട്ടത്തിൽ എത്ര പേരുണ്ട്? 2 പേരേ ഉള്ളൂ. അവർ ജോഷുവായും കാലേബുമാണ്. അപ്പോൾ ഇത്രയും പിടികിട്ടി. അപ്പോൾ സംഖ്യ 1:26 അത്രയും പിടികിട്ടി. ഇനി നമുക്ക് വായിക്കണം. എടുത്തോളുക. സംഖ്യ 1:47 മുതൽ വായിക്കണം. ഇതിനകത്ത് ഒരു കൂട്ടരെ ഉൾപ്പെടുത്തിയിട്ടില്ല. വായിച്ചോ. സംഖ്യ 1:47. ലേവി ഗോത്രത്തെ ജനസംഖ്യയിൽ പെടുത്തിയിട്ടില്ല. അതൊരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ്. ലേവി ഗോത്രത്തെ ഈ കണക്കിൽ പെടുത്തിയിട്ടില്ല. വായിച്ചോ. കാരണം കർത്താവ് മോശയോട് അരുളി ചെയ്തിരുന്നു, ലേവ്യരെ നീ എണ്ണരുത്, ഇസ്രായേലരുടെ ജനസംഖ്യയിൽ അവരുടെ എണ്ണം ചേർക്കരുത്. എന്നാൽ സാക്ഷ്യകൂടാരവും അതിലെ ഉപകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട സകലതും ലേവ്യരുടെ മേൽനോട്ടത്തിലായിരിക്കണം. അവർ കൂടാരവും അതിലെ ഉപകരണങ്ങളും വഹിക്കുകയും അതിൽ ശുശ്രൂഷ ചെയ്യുകയും വേണം. കൂടാരത്തിനു ചുറ്റും അവർ താവളമടിക്കട്ടെ. കൂടാരവുമായി പുറപ്പെടേണ്ടി വരുമ്പോൾ ലേവ്യർ അത് അഴിച്ചിറക്കുകയും കൂടാരം അടിക്കുമ്പോൾ അവർ തന്നെ അത് സ്ഥാപിക്കുകയും ചെയ്യണം. മറ്റാരെങ്കിലും അതിനെ സമീപിച്ചാൽ അവനെ വധിക്കണം. ഇസ്രായേൽ ജനം ഗണങ്ങളായി തിരിഞ്ഞ് ഓരോരുത്തരും താന്താങ്ങളുടെ പാളയത്തിലും സ്വന്തം കൊടിക്കീഴിലും താവളമടിക്കണം. ഇസ്രായേൽ സമൂഹത്തിന്റെ നേരെ ദൈവകോപം ഉണ്ടാകാതിരിക്കേണ്ടതിന് ലേവ്യർ സാക്ഷ്യകൂടാരത്തിന് ചുറ്റും പാളയമടിക്കണം. സാക്ഷ്യകൂടാരത്തിന്റെ ചുമതല അവർ വഹിക്കുകയും വേണം. ഇസ്രായേൽ ജനം അപ്രകാരം ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. 1-ാം അധ്യായം തീരാൻ ഒരു ഇൻഫർമേഷനൂടെ നമുക്ക് കിട്ടും. ഇതാണ് ലേവ്യരുടെ കണക്ക് എടുത്തിട്ടില്ല. കർത്താവ് പറയാണ്, അവരെ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ എണ്ണണ്ട. പിടികിട്ടിയോ? അവര് സാധാരണ ആളുകളുടെ കൂട്ടത്തിൽ അവരെ എണ്ണണ്ട, മറിച്ച് അവര് സെപ്പറേറ്റ് ഗ്രൂപ്പാണ്. അവരുടെ ജോലി എന്താണ്? അവർ സമാഗമ കൂടാരം അവരുടെ ചുമതലയിലാണ് കാത്തു സൂക്ഷിക്കേണ്ടത്. സമാഗമ കൂടാരത്തിന് ചുറ്റും വേലിയുണ്ട്. ഞാനിപ്പോ കാണിച്ചു തരാം. സമാഗമ കൂടാരത്തിന് ചുറ്റും, എന്നെ ശ്രദ്ധിച്ചാൽ മതി, ഇപ്പൊ ഒന്നും കാണിക്കണ്ട, ഞാൻ ഇത്തിരി കഴിഞ്ഞ് കാണിച്ചു തരാം. ഇപ്പൊ നോക്കിയോ. സമാഗമ കൂടാരത്തിന് ചുറ്റും ഒരു വേലി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ആരും തൊടരുത്. ആരെങ്കിലും വന്ന് ഈ വേലിയെ തൊട്ടാൽ പോലും അവനെ കൊല്ലണം.
എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ബഹുമാന്യതയോടെ വേണം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരാൻ. അതുകൊണ്ട് ആരും ഉദാസീനമായിട്ട് പോകുന്ന വഴിക്ക് ഇങ്ങനെ എന്നാ ഒന്ന് ചാരി നിന്നേക്കാം, ഒരു ബീഡി വലിച്ചേക്കാം, അവനെ കൊല്ലണം. മനസ്സിലായോ? ഉദാസീനമായിട്ട് ദൈവികമായ കാര്യങ്ങളെ കൈകാര്യം ചെയ്യരുത്. ഇത് ഈ പുസ്തകത്തിന്റെ ഒരു തീമാണ്, പിന്നീട് ഞാൻ പറയും. അതുകൊണ്ട് നിങ്ങൾ ലേവ്യരെ എണ്ണണ്ട. അവരുടെ ജോലി എന്താണ്? സമാഗമ കൂടാരം. ഇനി ഇവിടുന്ന് പുറപ്പെടും. 10-ാം അധ്യായത്തിൽ നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങും. അന്നേരം ഈ കൂടാരം അഴിക്കണ്ടേ? അത് അഴിച്ചിറക്കേണ്ട ഉത്തരവാദിത്വം ലേവ്യർക്കാണ്. ഈ സാധനങ്ങളെല്ലാം ചുമക്കേണ്ട ഉത്തരവാദിത്വം ലേവ്യർക്കാണ്. അപ്പോൾ അതുകൊണ്ട് നീ സാധാരണക്കാരുടെ കൂട്ടത്തിൽ അവരെ എണ്ണണ്ട. അവർ ഇതിന്റെ എല്ലാം കാവലാണ്. ഇസ്രായേൽ സമൂഹത്തിന്റെ നേരെ ദൈവകോപം ഉണ്ടാവാതിരിക്കാൻ കാവൽ നിൽക്കേണ്ട ഗ്രൂപ്പാണിത്. ശ്രദ്ധിക്കുക. കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല, ഒത്തിരി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് വൈദികര്, സന്യസ്തര്, മെത്രാന്മാര്, മാർപ്പാപ്പ, കർദിനാളന്മാര്, ഇവർക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കണം. കാരണം കാവൽ നിൽക്കേണ്ട ഒരു ഗ്രൂപ്പാണിത്. കാവൽ നിൽക്കേണ്ട ആ ഗ്രൂപ്പ് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ അനേകായിരങ്ങളുടെ പ്രാർത്ഥന ഈ ദേശത്ത് ഉയരണം. ഞാൻ അത്രയും മാത്രം പറഞ്ഞ് അത് അവസാനിപ്പിക്കുന്നു. 1-ാം അധ്യായം കഴിഞ്ഞു. 2-ാം അധ്യായം ഇസ്രായേൽ ജനത്തിന്റെ ക്യാമ്പ്, പാളയം, അതിന്റെ ആകൃതി. ആ സ്ലൈഡ് ഒന്ന് ഇടാമോ? ആ ആകൃതി കുരിശാകൃതിയിലായിരുന്നു. ഇസ്രായേൽ ജനത്തിന്റെ പാളയത്തിന്റെ, ഇവർ പാളയം അടിക്കുന്നത് കുരിശാകൃതിയിലാണ്. കണ്ടോ? എന്താണ് അതിന്റെ ഷേപ്പ്? കുരിശാകൃതിയിലാണ്. 12 ഗോത്രങ്ങൾ കുരിശാകൃതിയിലാണ് പാളയം അടിക്കുന്നത്. ഇനി എന്നെ ശ്രദ്ധിച്ചേ, അതിന്റെ നടുക്കൊരു കൂടാരമുണ്ട്. അതെന്താണ്? സമാഗമ കൂടാരം. സമാഗമ കൂടാരത്തിന്റെ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്, അല്ലെ പടിഞ്ഞാറ്, കിഴക്ക്, തെക്ക്, വടക്ക്, അങ്ങനെയായിരുന്നു. ഈ സമാഗമ കൂടാരത്തിന് ചുറ്റുമാണ് അവർ പാളയം അടിച്ചുകൊണ്ടിരുന്നത്. ഇത് പിടികിട്ടിയോ? ഇനി അത് മാറ്റിക്കൊള്ളുക. ഇനി എന്നെ ശ്രദ്ധിക്കുക. സമാഗമ കൂടാരത്തിന്റെ ചുറ്റും പാളയം അടിക്കുമ്പോൾ 2-ാം അധ്യായം പറയുന്നത്, 2-ാം അധ്യായത്തിലെ 34 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് അവർ പാളയം അടിക്കേണ്ട ക്രമമാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് പാളയം അടിക്കേണ്ടത്? എന്നെ നോക്ക്. സമാഗമ കൂടാരത്തിന്റെ ആ 2-ാമത്തെ സ്ലൈഡ് ഇട്ടേ. സമാഗമ കൂടാരത്തിലെ പാളയം അടിക്കണ്ടേ? ഒന്നോ ഇപ്പൊ വരും. അപ്പോൾ കണ്ടോ? കണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതിൽ തന്നെ നോക്കിക്കൊള്ളുക. അതിൽ സമാഗമ കൂടാരത്തിന്റെ ദിശ, സമാഗമ കൂടാരത്തിന്റെ അതിവിശുദ്ധ സ്ഥലം ഏത് ദിശയിലാണെന്നറിയാമോ? കിഴക്കല്ല, പടിഞ്ഞാറാണ്. വാതിലാണ് കിഴക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ദേവാലയം, ഈ ആലയം നിൽക്കുന്നത് കിഴക്ക് പടിഞ്ഞാറാണ്. മദ്ബഹ നിൽക്കുന്നത് ഏത് ദിശയിലാണെന്നറിയാമോ? കിഴക്കാണ്. വാതിൽ പടിഞ്ഞാറാണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സമാഗമ കൂടാരം. എന്ന് പറഞ്ഞാൽ അതിവിശുദ്ധ സ്ഥലം എവിടാണ്? പടിഞ്ഞാറാണ്. കേറുന്നത് എതിരെയാണ്? കിഴക്കൂടാണ്. ഇനി അതിനൊരു കാരണമുണ്ട്. അതിനൊരു കാരണം, ഈജിപ്തിലെ ദൈവങ്ങളെ അവർ ആരാധിച്ചിരുന്നത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാണ്. അതുകൊണ്ട് ദൈവം അതിനൊരു ബദലായിട്ടാണ് സമാഗമ കൂടാരത്തെ തിരിച്ചിടുന്നത്. മനസ്സിലായോ? കർത്താവ് കണക്ക് കൂട്ടിയാണ് നേരെ തിരിച്ചിട്ടു. കാരണം നിങ്ങൾ വിചാരിക്കരുത് മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്ന പോലാണ് ഈ ആരാധന എന്ന് മനസ്സിലാക്കാതിരിക്കാൻ നേരെ തിരിച്ചിട്ടതാണ്. അതാണ് അന്നത്തെ ആ ലോജിക്ക് അതായിരുന്നു. ശ്രദ്ധിക്കുക. അപ്പോൾ വാതിൽ ഏത് ദിക്കിലാണ്? ഉറക്കെ പറയൂ. കിഴക്ക്. ഒരാൾ സമാഗമ കൂടാരത്തിലേക്ക് കയറുന്നത് ഏത് ദിക്കിലൂടെയാണ്? കിഴക്ക്. ആ വാതുക്കൽ താമസിക്കേണ്ടത് ആരാന്നറിയാമോ? മോശയും അഹറോനും. വാതുക്കൽ അവരാണ് ഡോർ കീപ്പേഴ്സ്. കാരണം ഒരുത്തിന് ആവശ്യമില്ലാതെ ഇതിനകത്ത് കയറാൻ പാടില്ല. അപ്പൊ മോശയും അഹറോനും പിന്നെ അവർ നിശ്ചയിക്കുന്ന പുരോഹിതന്മാരും അവരാണ് ആ കിഴക്ക് ഭാഗത്ത് വാതിൽക്കൽ. ഇനി അതിന് 3 ഭാഗത്ത് ഇനി ഏത് ഭാഗങ്ങളുണ്ട്? പടിഞ്ഞാറ് സ്പേസ് ഉണ്ട്, തെക്കുണ്ട്, വടക്കുണ്ട്. ഈ 3 ഭാഗത്ത് ലേവ്യരാണ് താമസിക്കേണ്ടത്. ലേവ്യർ ഒരു ഗോത്രമേ ഉള്ളെങ്കിലും ലേവ്യരുടെ 3 കുടുംബങ്ങളെ, 3 ഗോത്രത്തിൽ തന്നെയുള്ള 3 കുടുംബങ്ങളെ 3 സെപ്പറേറ്റ് കുടുംബങ്ങളായിട്ട് തിരിച്ചിട്ട് കർത്താവ് പറഞ്ഞു, ഒരു കൂട്ടര് പടിഞ്ഞാറ്, ഒരു കൂട്ടര് വടക്ക്, ഒരു കൂട്ടര് തെക്ക്.
അപ്പൊ ഇപ്പൊ 4 വശത്തുനിന്ന് സമാഗമ കൂടാരത്തിന് എന്തായി? സെക്യൂരിറ്റിയായി. സമാഗമ കൂടാരത്തിനകത്ത് പ്രവേശിക്കാൻ അനുവാദമുള്ള പുരോഹിതന്മാര് 4 ചുറ്റിനും വളഞ്ഞു. പിടികിട്ടുന്നുണ്ടോ? അടുത്തോ? ഇതൊക്കെ വലിയ വലിയ ഇൻഫർമേഷനാണ്. സമാഗമ കൂടാരത്തിന് ചുറ്റും താമസിക്കേണ്ടത് ആരാണ്? ലേവ്യരാണ്. അപ്പോൾ ഇനി നിങ്ങൾ എന്നോട് പറയണം, കിഴക്ക് വാതിക്കൽ ആര് താമസിക്കുന്നു? മോശെ അഹറോനും. ഇനിയും പടിഞ്ഞാറ് ആര് താമസിക്കുന്നു? ലേവ്യരുടെ ഒരു ഗോത്രം. തെക്കാര് താമസിക്കുന്നു? ലേവ്യരുടെ ഒരു ഗോത്രം. വടക്കാര് താമസിക്കുന്നു? വ്യക്തമായി. ഇനി മോശെ അഹറോന് താമസിക്കുന്നതിന്റെ തൊട്ടു പുറകിൽ ഏറ്റവും അടുത്ത് താമസിക്കുന്ന ഗോത്രം യൂദാ ഗോത്രം. വായിക്കാൻ പറ്റുന്നുണ്ടോ? യൂദാ ഗോത്രം. ആ ഗോത്രത്തിൽ നിന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു സിംഹം ഇറങ്ങി വന്ന് നേരെ ഈ സമാഗമ കൂടാരത്തിനകത്തേക്ക് സ്വന്തം ശരീരമാകുന്ന വിരിയിലൂടെ അകത്ത് പ്രവേശിച്ചു. ആ സിംഹത്തിന്റെ പേരെന്താണ്? യേശു ക്രിസ്തു. അതുകൊണ്ട് പൊസിഷൻ കർത്താവ് വളരെ ക്ലിയർ ആയിട്ട് വെച്ചിരിക്കുകയാണ്. യൂദാഗോത്രം നേരെ കയറി വരാൻ പറ്റുന്ന പരുവത്തിലാണ് വെച്ചിരിക്കുന്നത്, മോശയുടെ അഹറോന്റെയും പുറകിൽ. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി ബാക്കി ഗോത്രങ്ങളുടെ പേര് ഞാൻ പറയുന്നില്ല. ക്രമം അനുസരിച്ച്, പ്രാധാന്യം അനുസരിച്ച് കർത്താവ് ഗോത്രങ്ങളെ. അപ്പോൾ ഏത് ആകൃതിയിലാണിത്? കുരിശാകൃതിയിലാണ് സമാഗമ കൂടാരത്തെ കർത്താവ്. ഇതെല്ലാം നേരത്തെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഈ സമാഗമ കൂടാരം പിന്നീട് 1500 വർഷം കഴിയുമ്പോൾ എന്തായിട്ട് മാറും? ഒരു കുരിശായിട്ട് മാറും. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഒരു കുരിശായിട്ട് മാറും. ദൈവവും മനുഷ്യനും തമ്മിൽ കണ്ടുമുട്ടിയ ആ സമാഗമ കൂടാരമായി ഈ കുരിശ് മാറും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇപ്പൊ 2-ാം അധ്യായം, 3-ാം അധ്യായം, 4-ാം അധ്യായം. ഇതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഈ പറഞ്ഞു പോകുന്നത്. 2, 3, 4 നിങ്ങളൊന്നും വായിക്കണ്ട. ഇപ്പം എല്ലാം വീട്ടിൽ ചെന്ന് മാത്രമേ വായിക്കാവൂ. ഇതിന്റെ ആശയം പിടികിട്ടി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് വായിച്ചാൽ എല്ലാം പിടികിട്ടും. അതിനാണ് ഞാനിത് വേറെ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കരുതെന്ന് ഇപ്പോൾ പറയുന്നത്. ഇനി എന്നെ ശ്രദ്ധിക്കുക. ഇനി എനിക്ക് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ മടുത്തോ? അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ ഇനി കർത്താവ് പറയുന്നത്, സമാഗമ കൂടാരം അഴിച്ചു കഴിയുമ്പോൾ ഇത് അഴിക്കേണ്ടത് ആരാണ്? ലേവ്യരാണ്. ആ ലേവ്യരുടെ കൂട്ടത്തിൽ ഓരോ ടീമിനെ ഓരോ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചിട്ടുണ്ട്. അതെന്താണ്? നീ തിരശീല അഴിക്കണം. എന്നെ ശ്രദ്ധിച്ചിരിക്കുക, വേറെ എവിടേക്കും ശ്രദ്ധ മാറരുത്. ഒരു കുടുംബത്തോട് ഉദാഹരണത്തിന് കൊഹാത്യ കുടുംബം, ഒരു പേരിന് ഒരു കൊഹാത്യരോട് പറയുകയാണ്, നിങ്ങൾ തിരശീല അഴിച്ചു, നിങ്ങളായിരിക്കും അതിന്റെ ചാർജ്. ഇനി വേറൊരു കുടുംബത്തോട് കർത്താവ് പറയാണ്, പുരോഹിതന്മാരോട് പറയാണ്, നിങ്ങളാണ് വാഗ്ദാന പേടകം ചുമന്നുകൊണ്ട് പോകേണ്ടത്. വേറൊരു കുട്ടിയോട് പറയണം, നിങ്ങളാണ് ധൂപപീഠം എടുക്കേണ്ടത്. വേറൊരു കുട്ടിയോട് പറയണം, നിങ്ങളാണ് സമാഗമ കൂടാരത്തിന് മേളിലുള്ള ആ മൂടി ഇളക്കി മാറ്റേണ്ടത് നിങ്ങളാണ്, ആ തുണി മാറ്റേണ്ടത് നിങ്ങളാണ്, നിങ്ങളുടെ കയ്യിലായിരിക്കും അതിന്റെ ചാർജ് നിങ്ങളാണ്. ഇനി പറയാണ് ബലിപീഠം, ഒരു കുടുംബത്തെ വിളിച്ചിട്ട് പറയണം, നിങ്ങളാണ് ഇത് ഇവിടുന്ന് അഴിച്ചു മാറ്റേണ്ടതും അതുപോലെ തന്നെ ഇത് ചുമക്കേണ്ടതും നിങ്ങളാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഡ്യൂട്ടി അസൈൻ ചെയ്തു. ശ്രദ്ധിക്കുക, നമ്മളിത് വായിക്കുമ്പോൾ സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിൽ ഓരോ കുഞ്ഞു കാര്യവും പറഞ്ഞിട്ട് ദൈവം പറഞ്ഞു, ഈ മുട്ടുസൂചി നീ എടുത്തോണം, കയറ് അത് നീ അതിന്റെ ചാർജ് നിനക്കാണ്. നമ്മൾ വിചാരിക്കും, എന്തിനാണ് തലമുറകളിലേക്ക് പകരപ്പെടേണ്ട തിരുവെഴുത്തുകൾ കുത്തിക്കെട്ടി തുന്നിക്കെട്ടി തന്നൊരു മഹാപുസ്തകത്തിനകത്ത് എന്തിനാണ് ഈ വിശദാംശങ്ങൾ? എന്തിനാണ് ഈ അളവും കണക്കും? ഇത് നീ എടുക്കണം, അതാരെങ്കിലും എടുത്ത പോരെ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് ആരാണ് ഒരു വസ്തു ചുമക്കേണ്ടത്, ആരാണ് ഇത് എടുക്കേണ്ടത്, ആർക്കാണ് ഇത് അഴിക്കാൻ അധികാരം, ആരാണ് ഇത് ചുമക്കേണ്ടത്, ഇനി നിങ്ങൾ എവിടാണ് ക്യാമ്പ് ചെയ്യേണ്ടത്. ഇനി ഇവിടുന്ന് യാത്ര പുറപ്പെട്ട് കഴിയുമ്പോൾ അതാണ് പ്രത്യേകത. ശ്രദ്ധിച്ചേ, യാത്ര പുറപ്പെട്ട് കഴിയുമ്പോൾ ഈ സമാഗമ കൂടാരം ഇരിക്കുന്നു. അപ്പോൾ അതിലെ ഈസ്റ്റ്, അവിടെ ആരാണ് സമാഗമ കൂടാരത്തോട് ചേർന്ന് നിൽക്കുന്ന ഗോത്രം? മോശെ അഹറോനും കഴിഞ്ഞാൽ യൂദാഗോത്രം. ആ യൂദാഗോത്രം ഫ്രണ്ടിൽ പോണം. അതിന്റെ പുറകിൽ അവരുടെ പുറകിലുള്ള ഗോത്രം, പിന്നെ ആ സൈഡിലെ ആദ്യത്തെ ഗോത്രം. ഇത് കൃത്യമായിട്ട് അസൈൻ ചെയ്തിരിക്കുകയാണ്. ഇവിടുന്ന് യാത്ര പുറപ്പെടുമ്പോൾ ആരാണ് ഫ്രണ്ടിൽ,
38 കൊല്ലം മരുഭൂമിയിലൂടെ ഒരു ലക്ഷ്യവുമില്ലാതെ അലഞ്ഞു തിരിയുമ്പോഴും ഈ ജനത്തിന് നല്ല ക്ലാരിറ്റി ഉണ്ട്. ആരാണ് ഫ്രണ്ടിൽ, ആരാണ് പുറകിൽ, ആരാണ് മധ്യഭാഗത്ത്, ആരാണ് ഏറ്റവും പുറകിൽ, ആരാണ് സൈഡിൽ നിൽക്കേണ്ടത്. ഇനി ആരും വോളണ്ടിയേഴ്സിന്റെ ആവശ്യമില്ല. അത്രയ്ക്ക് കൃത്യതയിൽ ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ഓരോരുത്തരും ഇതാണ് നിങ്ങളുടെ പൊസിഷൻ, ഇതാണ്. നിങ്ങൾ ഇവിടുന്ന് മരുഭൂമിയിൽ നിന്ന് സീനായ് മലയിൽ നിന്ന് യാത്ര തിരിക്കുമ്പോ യൂദാ, നീ കൊടിയുമായിട്ട് ഫ്രണ്ടിൽ നിൽക്കണം, നിന്റെ പുറകില് നിന്റെ ആളുകളെല്ലാം നിൽക്കണം. അടുത്ത ഗോത്രം ദാൻ ഗോത്രം, നീ അതിന്റെ പുറകിൽ കൊടിയുമായിട്ട് നിൽക്കണം, അതിന്റെ പുറകിൽ അടുത്ത ഗോത്രം. ഞാൻ എന്റെ വായി വരുന്ന ഗോത്രത്തിന്റെ പേര് പറയാണ്, ഓർഡർ അതൊന്നും ആവില്ല, ശ്രദ്ധിക്കുക. ഇങ്ങനെ ഓരോ ഗോത്രത്തിന്റെയും കൊടിക്കീഴിൽ ഓരോ ടീമായിട്ട് അവർ മരുഭൂമിയിലൂടെ മാർച്ച് ചെയ്ത് മുന്നോട്ട് പോയി. എന്താണ് ഇതിന്റെ അർത്ഥം? അർത്ഥം ഇതാണ്, ദൈവം ക്രമക്കേടിന്റെ ദൈവമല്ല, ക്രമത്തിന്റെ ദൈവമാണ്. വീട്ടിലാണേലും ഇടവകയിലാണേലും ധ്യാനകേന്ദ്രത്തിലാണേലും സഭയിലാണേലും ക്രമമുണ്ട്. ക്രമം. ദൈവം ഒരു ഡിസോർഡറിന്റെ ദൈവമല്ല. അഴിച്ചു വാരി ആളിച്ചു വാരി അങ്ങൊരു ദൈവം അല്ലത്. ഈസ് എ ഗോഡ് ഓഫ് ഓർഡർ, നോട്ട് എ ഗോഡ് ഓഫ് ഡിസോർഡർ. ഡിസോർഡർ അല്ല. അതുകൊണ്ട് ഈ സ്പിരിച്വാലിറ്റിയുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഓർഡർ. എല്ലാത്തിനും ഒരു ക്രമം വേണം, ഒരു ചിട്ട വേണം, ഒരു അച്ചടക്കം വേണം. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ കാരുണ്യവും പുണ്യവും പറഞ്ഞിട്ട് വലിച്ചു വാരി ഇടരുത്. ഞങ്ങൾ വിശുദ്ധരാണ്, അതുകൊണ്ട് ഞങ്ങൾ കീറി പറഞ്ഞ് നടക്കുമെന്ന് പറയരുത്. ഓർഡർ. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അതിനം തുറന്ന് ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സംഖ്യയുടെ പുസ്തകം പഠിപ്പിക്കുന്ന ഒന്നാമത്തെ ഒരു തീം എന്ന് പറഞ്ഞാൽ ഇതാണ്, കെയർലെസ്നെസ് കർത്താവ് സമ്മതിക്കില്ല. അശ്രദ്ധ, അലംഭാവം സമ്മതിക്കില്ല. മനസ്സിലായോ? എപ്പോഴെങ്കിലും കയറി വരിക, എങ്ങോട്ടെങ്കിലും പോവുക, തോന്നുമ്പോൾ ഇറങ്ങി പോവുക, തോന്നുമ്പോൾ കയറി വരിക, ഇതൊന്നും സമ്മതിക്കില്ല. ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുള്ളൊരു മനുഷ്യനുണ്ട്, പേര് ഞാൻ പറയുന്നില്ല. ഒരു മനുഷ്യൻ, ഇന്ത്യയിലുള്ള ആളാണ്. ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് ഇയാളെ. ഈ മനുഷ്യൻ ഒരു വലിയ വലിയ സെമിനാറുകൾ, ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ആളാണ്. അദ്ദേഹം ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രി വന്നാൽ പോലും അത് തരുത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയാണ്, ലേറ്റ് കമേഴ്സിന് എന്റെ ക്ലാസ്സിൽ പെർമിഷൻ ഇല്ല. ഇനി അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിൽ അത് തരുത്. അങ്ങനെ പലരും ഇയാളുടെ ശത്രുക്കളായിട്ടുണ്ട്. ഇയാള് ക്ലാസ് എടുക്കുന്ന ഹൗസ്ഫുള്ളാണ്. എപ്പോഴും താമസിച്ചു വരുന്നവനെ കയറ്റത്തില്ല. അപ്പൊ അതിന്റെ റീസൺ ആയിട്ട് അദ്ദേഹം പറയുന്നത്, ഞാൻ പഠിപ്പിക്കുന്നത് ഡിസിപ്ലിനാണ്. ഞാൻ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരെ പഠിപ്പിക്കുന്നത് ഡിസിപ്ലിനാണ്. ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നവരടുത്ത് ഇൻഡിസിപ്ലിൻ ആയിട്ട് ഒരുത്തം കയറി വരുന്നു. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. കേറിക്കഴിഞ്ഞാൽ ഇത് തീരാതെ ഒരുത്തന്നെ ഇറങ്ങാനും പറ്റില്ല. സൗകര്യമുള്ള വന്നാൽ മതി. കേറിയോ ഇതിനകത്തുനിന്ന് പിന്നെ ഒരുത്തന്നെ ഇറക്കി വിടത്തില്ല എന്ന് പറഞ്ഞാൽ ദൈവം ക്രമത്തിന്റെ ദൈവമാണ്, ക്രമക്കേടിന്റെ ദൈവമല്ല. അങ്ങനെ പലർക്കും ഒരു ചിന്തയുണ്ട്. അത് ദൈവകാര്യമല്ല, എല്ലാം വലിച്ചു വാരിയെങ്കിൽ ചെയ്യാം. അങ്ങനൊന്നുമല്ല. ഓരോന്നിനും ചിട്ട. അതിനായി പറയുന്നത്, വിശുദ്ധ കുർബാന സമയത്ത് അതിലെല്ലാം കിടന്ന് ഇടിക്കരുത്, അവിടെ അടങ്ങിയിരിക്കുക, നിങ്ങൾക്ക് കുർബാന തരാം, മര്യാദയ്ക്ക് അവിടേക്ക്. അതിന്റെ ക്രമമാണ്, ക്രമം. അതുകൊണ്ട് ഈ സ്പിരിച്വാലിറ്റി അകത്ത് കയറിയ ആളുകൾക്ക് ഒരു ക്രമം ഉണ്ടാവും. അതില്ലാത്തവന് സ്പിരിച്വാലിറ്റി ഇല്ല. കേൾക്കുന്നുണ്ടോ ഈ പറയുന്നത്? ഭക്തരാന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല, അച്ചടക്കം വേണം. മനസ്സിലായോ? ഉറങ്ങുന്ന ചേച്ചി മനസ്സിലായി? അതായത് അച്ചടക്കമാണ്, അച്ചടക്കം. ദൈവം ഇത് ഈ സംഖ്യയുടെ പുസ്തകം വായിക്കുമ്പോഴാണ് അത് ഭയങ്കര വ്യക്തമായിട്ട് വെളി വരുന്നത്. ഓരോ കുഞ്ഞു കാര്യത്തിനും ഡീറ്റെയിൽ. ഇതെന്തിനാ കർത്താവേ? പറഞ്ഞാ പോരെ മോശെ, അത് വൃത്തിയായിട്ടൊക്കെ പോണം കേട്ടോ എല്ലാരും. ഇങ്ങനെ പറഞ്ഞ പോരെ മോശെ, എന്തോ എല്ലാം അതിലെതിരെ അളിഞ്ഞു മാറി പോകാതെ മര്യാദയ്ക്ക് പോകണം കേട്ടോ എല്ലാരും. മതി. 2 സെന്റൻസ് സംഖ്യയുടെ പുസ്തകം കഴിഞ്ഞേന്. 36 അധ്യായത്തിനകത്ത് ഡീറ്റെയിൽസ്. ഈ ഡീറ്റെയിൽസ് മുഴുവൻ എഴുതി വെച്ചിട്ട് കർത്താവ് പറയാണ്, എല്ലാത്തിനും ഈ വീട്ടിലൊക്കെ ഉണ്ടല്ലോ, വീട്ടിലൊക്കെ എല്ലാം വൃത്തിയായിട്ടിടണം, വലിച്ചു വാരിയിടരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആത്മീയ വളർച്ച വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു വഴി പറഞ്ഞു തരട്ടെ. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ആവശ്യമില്ലാത്ത വസ്തുക്കളെല്ലാം എടുത്ത് വെളിയിലിട്ടിട്ട് ഒരു ബോർഡും വെച്ചേക്കുക, ഇഷ്ടമുള്ളവർക്ക് എടുത്തോണ്ട് പോവാം.
നിങ്ങൾ അറിയിക്കാമെങ്കിൽ ഞാൻ എന്തിരത്തിന് വണ്ടി വിടാം. അതായത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഈ യൂറോപ്പിൽ അമേരിക്കയിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഈ ഉപയോഗിച്ചിട്ട് അവർക്ക് വേണ്ടാത്ത വസ്തുക്കൾക്ക് അവർ വീടിന്റെ മുറ്റത്തിട്ട് സെയിൽ നടത്തും. റോഡിലൊക്കെ ഇങ്ങനെ ഇതുപോലെ കാണാം, ഓരോ അപ്പച്ചമാര് സായിപ്പന്മാര് ബോർഡും ഒക്കെ തൂക്കി ഇങ്ങനെ ഇരിക്കും. അതായത് അവർക്ക് ആവശ്യമില്ലാത്ത സാധനം എടുത്ത് വെച്ചിരിക്കുകയാണ്, ഇത് ആവശ്യമുള്ളവന് വാങ്ങിച്ചോണ്ട് പോവാം. നമ്മളങ്ങനെ സെയിലിനിരിക്കൊന്നും വേണ്ട. ആവശ്യമില്ലാത്ത എത്രയോ സാധനങ്ങൾ വീട്ടിൽ ഡംപ് ചെയ്തിട്ടുണ്ട്. ആധ്യാത്മികതയുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തരട്ടെ. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ഒരു സാധനം പോലും നമ്മുടെ മുറിയിൽ ഉണ്ടാവാൻ പാടില്ല. സ്റ്റോക്ക് ഒന്നും വേണ്ട. നമ്മൾ ഉപയോഗിക്കാത്ത ഒരു സാധനം, എനിക്ക് വലിയ സ്പിരിച്വാലിറ്റി ഒന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യമാണ്, ഞാൻ യൂസ് ചെയ്യാത്ത ഒരു സാധനം പോലും ചലഞ്ച് ചെയ്യാൻ ഞാൻ എൻ്റെ മുറിയിൽ, നിങ്ങൾ വാ, ഞാൻ യൂസ് ചെയ്യാത്ത ഒരു സാധനം പോലും എൻ്റെ മുറിയിലില്ല, സ്റ്റോക്ക് ഇല്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് അച്ചടക്കം വേണം, കൃത്യത വേണം, വ്യക്തത വേണം, ക്ലാരിറ്റി വേണം, ഡീറ്റെയിൽസ് പോലും കർത്താവ് ശ്രദ്ധിക്കണം. കയറ് അത് നീ എടുക്കേണ്ടത്, നീ എടുത്തിട്ടില്ലത്, എടാ കയറ്. കേൾക്കുന്നുണ്ടോ ചേട്ടാ? അതായത് വ്യക്തത വേണം. കെയർലെസ്നെസ് കർത്താവ് സമ്മതിക്കില്ല. ഇപ്പൊ വീടുകളിലൊക്കെ ആണെങ്കിൽ, അതായത് പാവപ്പെട്ട വീടുകളായിരിക്കും, ചില വീടുകളിൽ ചെന്ന് കയറി നോക്ക്, പാവപ്പെട്ട ആളുകളാണ്, ശരിക്കും ചാണകം മെഴുകിയ തറയാണെന്ന് വെച്ചോ, പക്ഷെ അതിനകത്ത് വൃത്തി ഉണ്ടാവും. ഒറ്റ കസേരയുള്ളൂ, അത് ക്ലീൻ ആയിരിക്കും. ഈ വൃത്തിയും വെടുപ്പും അച്ചടക്കവും നമ്മുടെ ആത്മീയതയുടെ ഭാഗമാണെന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ് ലേവ്യരുടെ പുസ്തകം. ഇനി കുറച്ച് കഴിയുമ്പോൾ പറയും, ഈ അളിഞ്ഞവനെയും പൊളിഞ്ഞവനെയും ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരില്ലെന്ന് പറയും. സംഖ്യ താങ്ക് യു പറഞ്ഞ് ലേവ്യർ പറഞ്ഞ് സംഖ്യ, ഈ വൃത്തിയും വെടുപ്പും പഠിപ്പിക്കുന്ന പുസ്തകമാണത്. കർത്താവ് കുറച്ച് കഴിഞ്ഞിട്ട് പറയും, നീ അങ്ങനെയുള്ളവനെ നീ ഇങ്ങോട്ട് കൊണ്ടുവരില്ല, അങ്ങനെയുള്ള ഇങ്ങോട്ട് കൊണ്ടുവരില്ല എന്ന് പറയും. പഴയ നിയമമാണ്, നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ എടുക്കണമെന്നില്ല. കുഷ്ഠരോഗി അടുത്ത് വരരുത്, അതൊന്നും നമുക്ക് ബാധകമല്ല. കർത്താവ് തിരുത്തിയതൊന്നും നമുക്ക് ബാധകമല്ല. പക്ഷേ അതിന്റെ സ്പിരിറ്റ് എന്തുകൊണ്ടെന്നറിയാം കർത്താവ് ഇത്രയും നിർബന്ധം പിടിക്കുന്നത്? സീനായി മലയിൽ ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട കാരണം, സീനായി മലയിൽ സമാഗമ കൂടാരത്തിൽ കർത്താവ് ഇറങ്ങി വരുന്നത് വരെ അവർക്ക് എങ്ങനെയും ജീവിക്കാമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവരുടെ കൂടെ ആരുണ്ട്? കർത്താവുണ്ട്. കർത്താവുണ്ടെങ്കിൽ നീ കർത്താവ് ഉള്ളത് കൊണ്ട് നീറ്റായിരിക്കണം. ഇപ്പൊ പിടികിട്ടുന്നുണ്ടോ? അതായത് സീനായ് മലയിൽ എത്തുന്നതിന് മുമ്പ് ഈ നിയമം വല്ലതും ഉണ്ടോ? എങ്ങനെയൊക്കെ ജീവിച്ച മക്കളെ, കാരണം കർത്താവില്ല. എന്നാൽ സമാഗമ കൂടാരത്തിൽ കർത്താവിന്റെ മഹത്വം ഇറങ്ങി വന്ന് നിന്നു. ഇനി മുതൽ അവരുടെ പാളയത്തിൽ ആരുണ്ട്? കർത്താവുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ദൈവം ഉണ്ടെങ്കിൽ വീട് വൃത്തിയായിരിക്കണം. നമ്മുടെ വീട്ടിൽ കർത്താവ് ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളുടെ വീട് വൃത്തിയായിരിക്കണം. ഹൗസ് വിസിറ്റിങ്ങിന് ആളെ വിടാൻ പോവാണ്, വചനം പഠിക്കാൻ വരുന്നവരുടെ വീട് വൃത്തിയായിരിക്കണം. വൃത്തിയായിട്ടിടണം. വീട് വെഞ്ചരിക്കാനൊക്കെ വിളിക്കത്തില്ലേ അച്ഛന്മാരെ? അന്നേരയിലും അതൊന്ന് വൃത്തിയാക്കി ഇടണം. എന്നിട്ട് ഇന്നൊരു കാര്യം ചെയ്യാവോ? ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ആവശ്യമില്ലാത്ത എല്ലാ സാധനം എടുത്തുനിന്ന് കളയാവോ? കത്തിക്കാമോ? അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് കൊടുക്കാവോ? കൊടുത്താൽ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് പരിശുദ്ധാത്മാവിന്റെ വെളിച്ചം കയറി വരും. അപ്പോൾ സംഖ്യയുടെ പുസ്തകം പഠിപ്പിക്കുകയാണ്, കെയർലെസ്നെസ് കർത്താവ് സമ്മതിക്കില്ല. കാഷ്വൽ മൈൻഡ്, എല്ലാം ഭയങ്കര കാഷ്വൽ ആയിട്ടാണ്. അപ്പൊ എങ്ങനെയൊക്കെ ഒപ്പിച്ചങ്ങ് ചെയ്യാം, അങ്ങനെ പറ്റില്ല. ക്ലിയർ കട്ട് അസൈൻമെന്റ് ആണ്. ഓരോരുത്തരും എന്നാ ചെയ്തോണം, അതിന് കൃത്യമായിട്ട്. ഞാനൊരു ഉദാഹരണത്തിന് നിങ്ങൾ വായിച്ചു, സംഖ്യയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ 17-ാമത്തെ വാക്യം വായിച്ചേ. അല്ല, ഓക്കെ, ഇങ്ങനെ വായിക്കേ. 9-ാം വാക്യം, സംഖ്യ 2:9 വായിക്കേ. യൂദായുടെ പാളയത്തിലെ സൈന്യത്തിൽ ആകെ 1,86,400 പേർ. അവരാണ് ആദ്യം പുറപ്പെടേണ്ടത്. ഇനി വായിക്കേണ്ടത് 15-ാം വാക്യം വായിക്കേ. അവന്റെ സൈന്യത്തിൽ 45,650 പേർ. റൂബൻ പാളയത്തിൽ ആകെ 1,81,450 പേർ. അവരാണ് രണ്ടാമത് പുറപ്പെടേണ്ടത്. അനന്തരം പാളയങ്ങളുടെ മധ്യത്തിലായി ലേവ്യരുടെ പാളയത്തോടൊപ്പം സമാഗമ കൂടാരം കൊണ്ടുപോകണം. കൂടാരമടിക്കുമ്പോൾ എന്ന പോലെ തന്നെ പതാകയോടൊത്ത് ക്രമമനുസരിച്ച് ഓരോരുത്തരും
പുറപ്പെടണം. 31 വാക്യം വായിക്കേ. 2:31. ദാനിന്റെ പാളയത്തിൽ ആകെ 1,57,600 പേർ. സ്വന്തം പതാകകളോടുകൂടി അവരാണ് ഏറ്റവും അവസാനം പുറപ്പെടേണ്ടത്. 34 വാക്യം. കർത്താവ് മോശയോട് കൽപ്പിച്ച പ്രകാരം ഇസ്രായേൽ പ്രവർത്തിച്ചു. അവർ സ്വന്തം പതാകകൾക്ക് കീഴെ പാളയമടിക്കുകയും ഗോത്രവും കുടുംബവും അനുസരിച്ച് ചെയ്തു. ഇനി 3-ാം അധ്യായം 5 മുതൽ വായിച്ചേ. ഞാൻ ഈ പറഞ്ഞത് വച്ചിട്ട് വ്യക്തമാവും. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ലേവി ഗോത്രത്തെ കൊണ്ടുവന്ന് അഹറോന്റെ ശുശ്രൂഷയ്ക്ക് നിയോഗിക്കുക. അവർ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം സമാഗമ കൂടാരത്തിന് മുമ്പിൽ അഹറോനും സമൂഹത്തിനും വേണ്ടി സേവനം അനുഷ്ഠിക്കട്ടെ. സമാഗമ കൂടാരത്തിലെ വസ്തുക്കളുടെ മേൽനോട്ടവും അവർക്കായിരിക്കും. കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം ഇസ്രായേൽ ജനത്തിനും അവർ സേവനം അനുഷ്ഠിക്കണം. ലേവ്യരെ അഹറോനും പുത്രന്മാർക്കും വേണ്ടി നിയോഗിക്കുക. ഇനി വായിച്ചേ. 26-ാമത്തെ വാക്യം വായിച്ചേ. 3:26. സംഖ്യ 3:26 വായിച്ചേ. ആവരണം, വാതിലിന്റെ തിരശീല, കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റുമുള്ള അങ്കണത്തിലെ വരികൾ, അങ്കണവാതിലിന്റെ യവനിക, അവയുടെ ചരടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട സകല ജോലികൾ ആര് ചെയ്യണം? ഗർഷോൻ കുടുംബക്കാർ ചെയ്യണം. 25 മുതൽ വായിച്ചേ. ഗർഷോൻ കുടുംബക്കാർ സമാഗമ കൂടാരത്തിന്റെ പെട്ടകം, കൂടാരം, അതിന്റെ ആവരണം, വാതിലിന്റെ തിരശീല, കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റുമുള്ള അങ്കണത്തിലെ വിരികൾ, അങ്കണവാതിലിന്റെ യവനിക, അവയുടെ ചരടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട സകല ജോലികളും ചെയ്യണം. 37-ാമത്തെ വായിച്ചേ. 36 വായിച്ചേ. സംഖ്യ 3:36. മെറാറിയുടെ പുത്രന്മാർ കൂടാരത്തിന്റെ ചട്ടക്കൂട്, അഴികൾ, തൂണുകൾ, അവയുടെ പാദകുടങ്ങൾ, മറ്റുപകരണങ്ങൾ എന്നിവയുമായി ബന്ധപ്പെടുന്ന എല്ലാ ജോലികളും ചെയ്യണം. അങ്കണത്തിന്റെ തൂണുകൾ, അവയുടെ പാദകുടങ്ങൾ, കുറ്റികൾ, ചരടുകൾ, ഇവയുടെ മേൽനോട്ടവും. മേൽനോട്ടം എന്ന് പറഞ്ഞാൽ ഇതൊന്നും മിസ്സാവാതെ അവർ നോക്കണമെന്ന്. അവരാണ് ഇതൊന്നും കളയാതെ നോക്കണം. പോകുന്ന വഴിക്ക് ഇത് ആരും എടുത്തുകൊണ്ട് പോകാതെ അവർ നോക്കണം. ഇനി 38-ാമത്തെ വാക്യം വായിച്ചേ. സമാഗമ കൂടാരത്തിന്റെ മുമ്പിൽ കിഴക്ക് വശത്ത് പാളയമടിക്കേണ്ടത് ആരാണ്? മോശയും അഹറോനും അവന്റെ പുത്രന്മാരുമാണ്. വിശുദ്ധ സ്ഥലത്ത് ഇസ്രായേൽ ജനത്തിന് വേണ്ടി നിർവഹിക്കേണ്ട എല്ലാ ആരാധനയുടെയും ചുമതല അവർക്കാണ്. മറ്റാരെങ്കിലും അതിന് മുതിർന്നാൽ അവനെ വധിക്കണം. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശ ഓക്കെ മതി. ഇനി അപ്പൊ നമ്മൾ ബാക്കി പറഞ്ഞ 3 അധ്യായം മതി, ഇത്രയും മതി.